പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനേ ഞാൻ ടോട്ടൽ 3 days എടുത്തു. 2 ദിവസം മൈഗ്രെയിനിലും പോയി. അപ്പോൾ അതിന് എൻ്റെ എഫേർട്ടിന് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ പോരണം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. അങ്ങനെ നമ്മുടെ അമ്മിക്കുറുമി ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറേ ആണൊക്കെ ആയിട്ടായിരുന്ന നോട്ടും എല്ലാം എടുത്തിരുന്നുണ്ടായിരുന്നു. ഈ കളറാണ് എൻ്റെ കയ്യിൽ കൂടുതലായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പം സ്റ്റാർട്ട് ചെയ്തോ. ഇത് സൂപ്പറാടാ. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോഷ്യയുടെ ആ ഒരു ആത്മവിശ്വാസം അങ്ങ് പൊന്തി പൊന്തി ആകാശത്തോട്ട് പോകും. അപ്പോൾ ഞാനത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരിക്കലും കരുതിയതല്ല. ഫസ്റ്റ് ഡേ ഞാൻ ഈ സ്റ്റൊമക്ക് മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനവിടെ ക്ലോസ് ചെയ്തു. അയ്യോ എനിക്ക് മതിയായി. മാടമ്പള്ളിയിലെ ആ മാനസിക രോഗി ഞാനാണ്. എന്നിട്ട് ഞാനതവിടെ ഇന്നത്തെ ദിവസം ഇത്രയും മതി പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ വീണ്ടും ഇതിനിരുന്നു. അപ്പോഴത്തേനും നല്ല ഫ്രഷ് മൈൻഡായിരുന്നു, നല്ല രസം കേട്ടോ. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ എൻ പ്രോഡക്റ്റ് കാണാനുള്ള ആ ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പം അമ്മിക്കുറുമി സ്റ്റാർട്ട് ചെയ്യണം എന്ന് മടിച്ചിരിക്കുന്നവരാണെങ്കിൽ എളുപ്പം തുടങ്ങിക്കോ. മടിയേ വേണ്ട. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഏത് ട്യൂട്ടോറിയലാണ് കാണുന്നത് അതിൻ്റെ നോട്ട് അപ്പം തന്നെ എഴുതി പോകുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനിതിൻ്റെ വയറും ഹെഡൊക്കെ ഫില്ലാക്കി അവിടെ വെച്ച് പിറ്റേ ദിവസം ഞാനിതിൻ്റെ കൈയും കാലൊക്കെ ചെയ്തെടുത്തേ കേട്ടോ. പക്ഷെ ഇത് ചെയ്തെടുത്ത് വന്നപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസം 2 കൈ 2 കാല് ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ പിന്നെ ചെവി ഞാൻ അതായത് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സമയം നമുക്ക് ഇതിൻ്റെ പുറകെ തന്നെ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ്, നിങ്ങളിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, നിങ്ങൾക്കാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂടാ. നല്ലൊരു ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ നല്ല എളുപ്പം ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. എനിക്ക് പറയാനുള്ള, നിങ്ങൾ ഇപ്പോൾ വെക്കേഷനാണ്, സ്കൂളൊക്കെ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടേതായ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കാൻ നോക്കുക. അതൊരു കീ ചെയിൻ ആണോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പേഴ്സാണോ അങ്ങനെയൊന്നും നിങ്ങൾ തിങ്ക് ചെയ്യണ്ട. എളുപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് മടി വരും, അല്ലെങ്കിൽ അതിലേക്ക് ഒരു കുറേ ടൈം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു മെൻ്റൽ റിലാക്സ്, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അത്രയും മെൻ്റൽ റിലാക്സ്മെൻ്റാണ് ഇത് തരുന്നത്. അതായത് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല, അത്രയും രസമാണ്. അപ്പോൾ പിന്നെ എനിക്കെന്താ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 3 days ഈ പ്രോജക്റ്റ് നീളുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്കിത് എത്രയും പെട്ടെന്ന് തീർത്ത് ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കാണണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവുക കാരണമാണ് എനിക്ക് മൈഗ്രെയിൻ വന്നത്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഇതല്ലേ, അപ്പം ഈ ഒരു ഭാഗം എനിക്ക് ഹെഡ് കുറച്ച് വലുതായി തോന്നി. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ ഇത് അറ്റാച്ച് ചെയ്യാൻ ഞാൻ കുറച്ച് പണിപ്പെട്ടു കേട്ടോ. നീഡിലൊക്കെ എൻ്റെ കയ്യിൽ നീഡിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുറത്ത് ചെന്ന് മേടിച്ച് അപ്പം തന്നെ എല്ലാം സെറ്റാക്കി. എന്നിട്ട് ഇത് ആ ഒരു രീതിയിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ ഒരു നീഡിലിങ്ങനെ വലിച്ച് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷേ അതും ഞാൻ നേരെ ട്യൂട്ടോറിയലൊക്കെ നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിച്ചെടുക്കാനുള്ള ആ ഒരു പ്രയാസം ഒഴിച്ച് ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വലിക്കുന്ന സമയത്ത് ഈ നൂലങ്ങ് പിഞ്ഞി പോവും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനിതിൻ്റെ കണ്ണൊട്ടിച്ചത് ശരിയല്ല പറഞ്ഞിട്ട് വലിച്ചെടുക്കുന്ന സമയത്ത് നൂലങ്ങ് പിഞ്ഞി പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ ആദ്യത്തെ ആ ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ കുറച്ച് അത്ര പെർഫെക്ഷൻ ഇല്ലയെന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നാലും ബട്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ആ ഒരു രീതിയിലേക്ക് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് പിന്നെ ഇതിനൊരു കരടിക്കുട്ടനാക്കണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബണ്ണി തന്നെ ആക്കിയെടുത്തു. എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ബണ്ണിയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അമ്മിക്കുറുമി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബണ്ണിയിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ചെവിയൊക്കെ വെച്ച് അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഈ ചെവി, ഇത് സത്യം പറയാലോ ഇതിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കുന്നത് ചെവിയാണ് കേട്ടോ. നല്ല രസമാണ്. ഇതിനെ ചെവി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് വേറെ അറിയാൻ പറ്റിയിട്ടോടാ. പിന്നെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്തോ. അപ്പം ഞാൻ രണ്ടാമത്തെ ദിവസം നൈറ്റ് ബണ്ണിക്കുട്ടൻ ഇങ്ങനെ കിടത്തി, മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേനും നമ്മുടെ ചെവി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ പ്രൊഡക്റ്റ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. എല്ലാം കമൻറ്റായിട്ട് എനിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരുക. താങ്ക് യു.